നമസ്കാരം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള BJP സ്ഥാനാർത്ഥികളെ സംസ്ഥാനത്ത് ഉടൻ നിശ്ചയിക്കും എന്ന സൂചനകൾ. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയുടെ കാലാവധി അവസാനിക്കാൻ പോവുകയാണ്. എന്നാൽ നദ്ദയ്ക്ക് ജനുവരി വരെ കാലാവധി നീട്ടി നൽകുമെന്നാണ് സൂചനകൾ. ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമുണ്ടായാൽ കേരളത്തിൽ അടക്കം BJPയിൽ കേന്ദ്ര ഇടപെടൽ സജീവമാകും. ഈ സംഘടന അഴിച്ചുപണി കഴിഞ്ഞാലുടൻ ഓരോ സീറ്റിലും മത്സരിക്കേണ്ട സ്ഥാനാർത്ഥികളിൽ അന്തിമ തീരുമാനമെടുക്കും. കേരള നിയമസഭയിലും കരുത്ത് കാട്ടുകയാണ് BJPയുടെ ലക്ഷ്യം. തൃശ്ശൂരിൽ ലോക്സഭയിൽ സുരേഷ് ഗോപി വൻ ഭൂരിപക്ഷത്തോടെ ജയിച്ചിരുന്നു. തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനത്തുമെത്തി. ഇതോടെ ജയിക്കാൻ കഴിയുന്ന പാർട്ടിയായി കേരളത്തിലും BJP മാറി എന്നാണ് കേന്ദ്ര നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 11 നിയമസഭാ മണ്ഡലങ്ങളിൽ BJP ഒന്നാമത് എത്തിയിരുന്നു. ഇതിനൊപ്പം രണ്ടാമത് എത്തിയ മണ്ഡലങ്ങളിലും BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. വലിയ തോതിൽ വോട്ടുകൾ ഉയർത്തിയ മണ്ഡലങ്ങളിലും BJP നേരത്തെ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഇപ്പോഴേ ഒരുക്കം തുടങ്ങാനും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം നടത്തിയ 60 നിയമസഭാ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് വിപുലമായ പ്രവർത്തനം നടത്താനുമാണ് ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി BJPയുടെ വിശാല നേതൃയോഗം ജൂലൈ 9 തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട്. കേന്ദ്രമന്ത്രിയും BJP ദേശീയ അധ്യക്ഷനുമായ JP നദ്ദ യോഗത്തിൽ പങ്കെടുക്കും. ഈ യോഗത്തിൽ നിർണായക തീരുമാനങ്ങൾ എടുക്കും. CPMൻ്റെ അക്രമ രാഷ്ട്രീയം BJP ചർച്ചയാക്കും. ഇതിനൊപ്പം കരുവന്നൂർ അടക്കമുള്ള വിവാദങ്ങളിൽ കേന്ദ്ര ഏജൻസിയുടെ നടപടികളും തുടരും. CPMൻ്റെ അടിസ്ഥാന വോട്ടുകൾ BJPയിൽ എത്തുന്ന സാഹചര്യം പരമാവധി മുതലെടുക്കാനാണ് നീക്കം. സുരേഷ് ഗോപിയുടെ ജനകീയത പരമാവധി ഉപയോഗിക്കാനാണ് തീരുമാനം. കേരളവും അനുകൂലമായി പാകപ്പെട്ട് കഴിഞ്ഞു എന്ന് വ്യക്തമാക്കുന്നതാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് സംസ്ഥാനത്തുണ്ടായ വൻ മുന്നേറ്റമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. ഒരു സീറ്റിൽ ജയിക്കുകയും ഒന്നിലധികം സീറ്റുകളിൽ ജയത്തിന് അടുത്തെത്തുകയും 20% വോട്ട് വർദ്ധിക്കുകയും ചെയ്തത് കേരള ജനത BJPക്ക് അനുകൂലമായി മാറിയതുകൊണ്ടാണ് എന്നാണ് വിലയിരുത്തൽ. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകത്തിലെ അന്വേഷണവും പിണറായി വിജയനിലേക്ക് എത്തുമെന്നായപ്പോൾ CPMും കോൺഗ്രസും ചേർന്ന് കേസ് ഒതുക്കി തീർക്കുകയായിരുന്നു എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ആരോപിച്ചിരുന്നു. KK രമ MLA ആയെങ്കിലും ചന്ദ്രശേഖരന് നീതി കിട്ടിയില്ല. ചന്ദ്രശേഖരൻ്റെ വിധി മറ്റാർക്കും വരാതെ സംരക്ഷിക്കുമെന്ന് കോൺഗ്രസ് പറയുന്നത് തട്ടിപ്പാണ്. വെള്ളാപ്പള്ളി നടേശനടക്കം CPM ഭീഷണി നേരിടുന്നവരെ സംരക്ഷിക്കുമെന്നും അവർക്കൊപ്പം നിൽക്കുമെന്നുമായിരുന്നു K. സുരേന്ദ്രൻ്റെ അഭിപ്രായം. പാർട്ടി പ്രവർത്തകരുടെ കഠിനാധ്വാനത്തിൻ്റെ വിജയമാണ് തൃശ്ശൂരിൽ ഉണ്ടായതെന്ന് കേന്ദ്ര ടൂറിസം, പെട്രോളിയം, പ്രകൃതിവാതക വകുപ്പ് സഹമന്ത്രി സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു. കേരളത്തിൽ പാർട്ടിക്കുണ്ടായ വലിയ മുന്നേറ്റമാണ് തനിക്ക് മന്ത്രിസ്ഥാനം ലഭിക്കാൻ കാരണമെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യ, ഫിഷറീസ്, ആനിമൽ ഹസ്ബൻഡറി വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനും പറഞ്ഞു. ഇത്തരത്തിൽ പുതിയ നീക്കങ്ങളുമായി BJP 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. പ്രത്യേകമായി 60 മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കും പ്രാഥമിക പ്രവർത്തനങ്ങൾ. മറ്റ് മണ്ഡലങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കും. ശക്തമായ ഒരു മുന്നേറ്റം കേരളത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കുണ്ടായ സാഹചര്യത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീർച്ചയായിട്ടും 5 മുതൽ 10 സീറ്റുകൾ വരെ പ്രാഥമിക ഘട്ടത്തിൽ നേടാൻ സാധിക്കും എന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. അത് ഉയരാനുള്ള സാധ്യതയുമുണ്ട്. പല മണ്ഡലങ്ങളിലും CPMൻ്റെ വോട്ടുകൾ BJPയിലേക്ക് കുത്തിയൊഴുകുകയായിരുന്നു. കണ്ണൂർ മേഖലയിൽ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും BJPയിലേക്ക് വോട്ടുകൾ എത്തിയത് പാർട്ടിക്ക് വലിയ പ്രതീക്ഷ നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ CPM അങ്കലാപ്പിലാണ്. കോൺഗ്രസിലേക്ക് പോയാലും പ്രശ്നമില്ല, BJPയിലേക്ക് വോട്ടുകൾ പോകുന്നത് CPMനെ സംബന്ധിച്ച് വലിയ പരാജയമാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. 2026 തെരഞ്ഞെടുപ്പിൽ കേരള നിയമസഭയിൽ ഏതൊക്കെ BJP സ്ഥാനാർത്ഥികൾ ജയിച്ചു കയറി എത്തും എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ BJP കേന്ദ്രങ്ങളിൽ നടക്കുന്നത്. കൃത്യമായ സ്ഥാനാർത്ഥി നിർണയത്തിലൂടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ കഴിഞ്ഞാൽ വലിയ വിജയവും വലിയ മുന്നേറ്റവും എല്ലാ മണ്ഡലങ്ങളിലും ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് BJP കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും പ്രതീക്ഷിക്കുന്നത്.